ലോ അക്കാദമിയിൽ CPM നടത്തിയത് പിൻവാതിൽ നീക്കമോ? എങ്കിൽ എന്തിന്? ലോ അക്കാദമി സമരം വേഗത്തിൽ ഒത്തുതീർപ്പാക്കാൻ മാനേജ്മെന്റിന് CPM നിർദ്ദേശം. മാനേജ്മെന്റ് പ്രതിനിധികളെ AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ നിർദ്ദേശം നൽകിയത്. പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിൽ പക്ഷേ ഉറച്ചു നിൽക്കുകയാണ് ലക്ഷ്മി നായർ. ലോ അക്കാദമി ഭാരവാഹികളായ നാരായണൻ നായർ, കോലിയക്കോട് കൃഷ്ണൻ നായർ എന്നിവരുമായാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചർച്ച നടത്തിയത്. കൂടിക്കാഴ്ച 15 മിനിറ്റോളം നീണ്ടുനിന്നു. സമരം സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുകയാണെന്ന് കോടിയേരി ഇരുവരെയും അറിയിച്ചു. സമരം വേഗത്തിൽ ഒത്തുതീർപ്പാക്കണമെന്ന നിർദ്ദേശം കോടിയേരി ബാലകൃഷ്ണൻ നൽകിയതായാണ് സൂചന. വിദ്യാഭ്യാസ മന്ത്രിയുമായും ലോ അക്കാദമി ഭാരവാഹികൾ ചർച്ച നടത്തി. പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ലക്ഷ്മി നായർ അറിയിച്ചു. എന്നാൽ പ്രിൻസിപ്പൽ രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ വിദ്യാർത്ഥികളും ഉറച്ചു നിൽക്കുകയാണ്. ലോ അക്കാദമി വിഷയത്തിൽ സർവകലാശാല റിപ്പോർട്ട് നാളെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരിഗണിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും CPM നേതാവുമായ ശ്രീ A. റഹീം തിരുവനന്തപുരത്തുണ്ട്. കോൺഗ്രസ് നേതാവും ആലപ്പുഴ DC പ്രസിഡന്റുമായ ശ്രീ M. ലിജു ടെലിഫോണിലും ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ റഹീം, ഇത് സാധാരണഗതിയിലുള്ള ചർച്ചകളിലൂടെ ഈ പ്രശ്നപരിഹാരമാവുകയില്ല. നിയമപരമായ ഒരുപാട് നൂലാമാലകളുണ്ട്. സർക്കാരിന് ഇടപെട്ടൊന്നും തീർക്കാവുന്ന സംഗതിയല്ല എന്ന ബോധ്യപ്പെടൽ കൊണ്ട് പ്രശ്നം പരിഹരിക്കുക, കുട്ടികളെയും സ്ഥാപനത്തെയും രക്ഷിക്കുക എന്ന നിലപാടെടുത്തതുകൊണ്ടാണോ ഇങ്ങനെയൊരു നീക്കം CPM നടത്തിയത്? CPM അങ്ങനെ നീക്കം നടത്തി എന്നൊന്നും എനിക്കറിയില്ല. മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമപരമായ നടപടികളല്ല യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്നൊരു വലിയ സമരം. വിദ്യാർത്ഥികളെല്ലാവരും ഉയർത്തുന്ന വലിയൊരു ആരോപണം. സർവകലാശാല സിൻഡിക്കേറ്റ് ആ ആരോപണങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ സർവകലാശാല എന്ന നിലയ്ക്ക് ഞങ്ങൾക്കെടുക്കാവുന്ന ശക്തമായ തീരുമാനങ്ങളും നിലപാടുകളും എടുക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് വഴങ്ങി ആ സമരം തീർപ്പാക്കാനുള്ള നിലപാടിലേക്ക് കോളേജ് മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും തയ്യാറാകേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല. വിദ്യാർത്ഥി സമരം ശക്തമായി തുടരുകയാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായ പ്രക്രിയയിലൂടെയാണ് ഈ സമരം അവസാനിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നിയമപരമായ സാധ്യതകൾ, പിന്നെ നിയമപരമായ ചോദ്യം ചെയ്യലുകൾ, അങ്ങനെ നിയമപരമായിട്ടുള്ള ബലപ്രയോഗങ്ങൾക്കപ്പുറത്ത് മറിച്ച് സാമൂഹികമായൊരു പ്രതിബദ്ധതയുടെ പേരിൽ കോളേജ് പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും ഇതിനകം തന്നെ തീരുമാനമെടുക്കേണ്ടതായിരുന്നു. അത് വൈകി പോകുന്നു. അതെല്ലാം. ശ്രീ റഹീം, താങ്കളും വിദ്യാർത്ഥി നേതാവായിരുന്നു. ശ്രീ റഹീം, താങ്കളും വിദ്യാർത്ഥി നേതാവായിരുന്നു. നിരവധിയായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അവിടെ ലക്ഷ്മി നായരുടെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നുള്ള രാജി, അവർ മാറി നിൽക്കുക എന്ന ലക്ഷ്യമല്ലാതെ, അത് പൂർത്തീകരിച്ചിട്ടല്ലാതെ ഞങ്ങൾ സമരത്തിന് പിന്നോട്ട് പോകില്ല എന്നാവശ്യപ്പെട്ട് SFI അടക്കമുള്ള ആളുകൾ സമരരംഗത്താണ്. സ്വാഭാവികമായിട്ടും ഇത് സാമൂഹ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ മാനേജ്മെൻറ്റ് സ്വയം തീരുമാനിച്ച് പിന്നോട്ട് പോവുക എന്നല്ലാതെ നടക്കുകയില്ല എന്ന നിലപാട് താങ്കൾ സ്വീകരിക്കുമ്പോൾ ആ സമരം ചെയ്യുന്ന ആളുകൾ അനന്തകാലത്തേക്ക് സമരം ചെയ്യട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നതായി തോന്നുകയില്ലേ? സിൻഡിക്കേറ്റിന് ചെയ്യേണ്ടതെല്ലാം ചെയ്തോ സിൻഡിക്കേറ്റ്? അങ്ങനെയല്ല. അങ്ങനെയല്ല. രണ്ട് കാര്യങ്ങളാണ്. രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയാം. ഒന്ന്, ഞാൻ പറഞ്ഞതിന് അങ്ങനെ അർത്ഥമല്ല. ആ സമരപ്പന്തലിൽ സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പോയിട്ടുള്ള ആളാണ്. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ഭാഗമായതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അക്കാര്യത്തിൽ ആ കാലയളവിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകാത്ത ആളുമാണ്. രണ്ട്, ആ സമരത്തിൽ SFI ഉണ്ട്, എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ സഖാവ് കോടിയേരി ഉൾപ്പെടെയുള്ളവരോട് പോയിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളെല്ലാം അവിടെ പോയിട്ടുണ്ട്. ആ സമരത്തിൻ്റെ മഹത്വത്തെ അല്ല ഞാൻ ചോദ്യം ചെയ്തത്. ആ സമരം ഏതൊരു പ്രക്ഷോഭം എന്ന പോലെ ആ പ്രക്ഷോഭം ഒരു ഘട്ടത്തിലേക്ക്, ഞാനൊരു കാര്യം പറയുന്നു, ആ പ്രക്ഷോഭത്തിൻ്റെ വലിയൊരു വിജയം സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ മാധ്യമങ്ങൾ അതൊന്നും ചർച്ച ചെയ്തില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ സമരം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രിൻസിപ്പാളിൻ്റെ ദുഷ്ചെയ്തികൾ, ഈ മാൽ അഡ്മിനിസ്ട്രേഷനും ഈ ഭീഷണിയും ഹരാസ്മെൻറ്റും എല്ലാം ഉണ്ടാകാൻ കാരണം എന്താ സനീഷേ? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആയിരത്തിലധികം മാർക്ക് അവരുടെ കൈകളിൽ വെക്കാനുള്ള അവകാശമാണ്. ആ ഇന്റേണൽ അസസ്മെൻറ്റ് സംവിധാനത്തെക്കുറിച്ച് അടുത്തുകൂടുന്ന അക്കാഡമിക് കൗൺസിലിൽ വലിയ പൊളിച്ചെഴുത്തുണ്ടാക്കാൻ കഴിഞ്ഞ് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തു. ആ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ ഉൾപ്പെടെ ഒരാൾ പോലും റിപ്പോർട്ട് ചെയ്തില്ല, ആരും ചർച്ച ചെയ്തില്ല. ഈ സമരത്തിൻ്റെ ദൂരവ്യാപകമായ വിജയമുണ്ടാകുന്നത് അവിടെയാണ്. രണ്ട്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രിൻസിപ്പാളിനെ ഭയമാണ്. അവർ മടങ്ങി വന്നാൽ അവരെ വീണ്ടും പീഡിപ്പിക്കുമെന്ന ഭയമാണ്. അതുകൊണ്ട് ആ പ്രിൻസിപ്പൽ മാറി നിൽക്കണമെന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റണം എന്നുള്ള ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ നിയമപരമായി ഞങ്ങൾക്ക് കഴിയുന്നില്ല. പകരം ഞങ്ങൾക്ക് കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്തു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രിൻസിപ്പാളിനെ അല്ല, ഒരു അധ്യാപകനെ തന്നെ ഇതുപോലെ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്നത്. ചരിത്രത്തിലാദ്യമാണ്. രണ്ട്, ഇത്രയും ഹാർഡായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്, ഇത്തരത്തിലുള്ള റിപ്പോർട്ടും കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ്. ഇതിനു മുമ്പ് വേറെ റിപ്പോർട്ടില്ല. അപ്പോൾ ഇത്രയെല്ലാം ഉണ്ടായിട്ട് യഥാർത്ഥത്തിൽ പ്രിൻസിപ്പൽ
പ്രിൻസിപ്പാൾ എടുക്കുന്ന തീരുമാനം ഞാൻ തിരിച്ചു വരാം, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം ലിജു, അതായത് സിൻഡിക്കേറ്റ് എന്ന സംവിധാനത്തിന് ചെയ്യാനാകുന്നത് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ഇന്റേണൽ മാർക്ക് ഉപയോഗിച്ചാണ് പീഡിപ്പിച്ചിരുന്നത്. ആ അധികാരം അവരിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലപ്പുറത്തേക്ക് നിയമപരമായിട്ട് അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് പോകാൻ സാധ്യമല്ല സിൻഡിക്കേറ്റ് എന്ന സംവിധാനത്തിന്, അതിന് മുകളിലുള്ള സംവിധാനങ്ങൾക്ക്. ബാക്കി തീരുമാനങ്ങൾ എടുക്കേണ്ടത് പ്രിൻസിപ്പാളും അക്കാദമിയുടെ ഭരണസമിതിയുമാണ്. അതുകൊണ്ട് സിൻഡിക്കേറ്റിനെ ഇക്കാര്യത്തിലെ CPM-ൻ്റെ നിലപാടുകളെ പൂർണ്ണമായി എതിർക്കുന്നത് ശരിയായിരിക്കുമോ? ഏതെങ്കിലും നിലക്ക് പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്ന ആഗ്രഹവുമായി നാരായണൻ നായരെ, അക്കാദമി ഡയറക്ടറെ, AK സെന്ററിനകത്തേക്ക് വിളിച്ചു ചർച്ച ചെയ്തതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? ശ്രീ നാരായണൻ നായർ കേരളത്തിലെ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ശ്രീ കോലിക്കോട് കൃഷ്ണൻ നായർ CPM-ന്റെ MLA-യും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. CPM-നുണ്ടാവുന്ന സോഫ്റ്റ് കോർണർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതങ്ങ് സമ്മതിച്ചാൽ മതി. അതല്ലാതെ അതിന് മറ്റ് ന്യായീകരണങ്ങൾ നിരത്തുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല സനീഷ്. കാരണം ഒരു സിൻഡിക്കേറ്റിന് ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്ന് ബോധ്യപ്പെടുന്ന ഒരു പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ശുപാർശ ചെയ്യാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ല എന്ന് റഹീമിനോട് ആരാണ് പറഞ്ഞത്? സിൻഡിക്കേറ്റിന് അതിനുള്ള പരിപൂർണമായ അധികാരമുണ്ട്. ഒരു സംശയവുമില്ലാതെ പറയാം, ഈ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ ദ്രോഹിച്ചിട്ടുണ്ട്, ഇവർ വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവരെ നടപടിയെടുക്കാൻ സർവകലാശാലയ്ക്ക് അധികാരമുള്ളത് കൊണ്ട് തന്നെ പുറത്താക്കണമെന്ന് ശുപാർശ ചെയ്യാൻ സിൻഡിക്കേറ്റിന് കഴിയും. രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു വാർത്ത, അദ്ദേഹം ഈ ലോ അക്കാദമിയുടെ ഒരു പ്രസംഗത്തിന്റെ ഞാൻ കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് കുട്ടികൾ പ്രിൻസിപ്പാളിന്റെ കാര്യത്തിലൊക്കെ സംസാരിക്കാം, ബാക്കി ഭൂമി ഇടപാട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഒരൊറ്റ നിമിഷം ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ലിജു, സിൻഡിക്കേറ്റിന് പ്രിൻസിപ്പാളിനെ ആസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ആവശ്യമായിട്ടുള്ള അധികാരമുണ്ട്. അവരുടെ അധികാര പരിധിക്കകത്ത് ആ ശുപാർശ കൊടുക്കാനുള്ളത് ഇത് കൂടെ ഉണ്ട് എന്ന് താങ്കൾ പറയുന്നത് വ്യക്തമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണോ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ശുപാർശ ചെയ്യാൻ സിൻഡിക്കേറ്റ് സമിതിക്ക് നടപടിയെടുക്കാനും അച്ചടക്ക നടപടി ശുപാർശ ചെയ്യാനും അധികാരമുണ്ട്. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഉൾപ്പെടെ എല്ലാ സിൻഡിക്കേറ്റുകൾക്കും മുൻകാലങ്ങളിൽ അത്തരം ശുപാർശകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. വൈസ് ചാൻസലർമാർക്കെതിരെ പോലും ശുപാർശകൾ നൽകിയിട്ടുള്ള സിൻഡിക്കേറ്റുകൾക്കുണ്ട്. ഞാൻ ഒരു നിമിഷം കൂടി പല ശുപാർശകളും പലതരത്തിലുള്ള അത്തരം പരാമർശങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള അധികാരമുണ്ട്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഒന്ന് വിശദീകരിക്കാമോ? ഒരു നിമിഷം ഞാൻ ചോദിക്കുന്നു റഹീമെ, ഞാൻ പറയുന്നു, നിങ്ങളെ എന്താണ് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? പക്ഷേ ശ്രീ റഹീം, അതായത് ഇങ്ങനെയാകാം എന്ന് നിലപാടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസിൻ്റെയും CPI-യുടെയും. അതായത് നമ്മൾ ഏതായാലും ഇങ്ങനൊരു അസാധാരണമായ സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്, ഇവരെ ഡീബാർ ചെയ്യണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് തന്നെയും ഒരുപക്ഷെ പൂർണ്ണ അധികാരം പ്രയോഗിച്ചിട്ടല്ല. അങ്ങനെയെങ്കിൽ അസാധാരണമായ തോതിൽ കുട്ടികളെ എതിർപ്പിലാക്കിയ ഈ പ്രിൻസിപ്പളിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ശുപാർശ അങ്ങോട്ട് കൊടുത്താൽ അത് ശരിയോ തെറ്റോ നടക്കുമോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. ശുപാർശ അങ്ങോട്ട് കൊടുത്താൽ എന്തുണ്ടാകുമായിരുന്നു എന്നാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ ലിജു വസ്തുതാപരമായി സാധാരണ കാര്യങ്ങൾ പറയുന്ന ഒരാൾ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ ആ ധാരണ ഇന്നത്തെ ഈ ചർച്ചയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ശ്രീ ലിജു, താങ്കൾ പറയൂ, ഇവിടെയല്ല, താങ്കൾ ഫേസ്ബുക്കിൽ പോയിട്ടിട്ടാൽ മതി. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങയുടെ ഈ പൊതുമാധ്യമത്തിലൂടെ ചോദിക്കുന്നു, താങ്കൾ ഉന്നയിച്ച ആ നിയമം ഒന്ന് കോട്ട് ചെയ്ത് താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, ഇല്ലെങ്കിൽ അത് പിൻവലിച്ച് പോസ്റ്റ് ഇടും. ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കരുത് അങ്ങേപ്പോലൊരാൾ. ഞാൻ പറയട്ടെ സനീഷേ? പറയൂ. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, സാധാരണഗതിയിൽ ഏത് നിയമവും ഓരോ സിൻഡിക്കേറ്റിന്റെയും സെനറ്റിന്റെയും ഒക്കെ അധികാരങ്ങൾ ഡിഫൈൻ ചെയ്യുന്നിടത്ത് അച്ചടക്ക നടപടി ശുപാർശ ചെയ്യാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ല എന്ന് സ്പെസിഫിക് ആയി പറയാത്തിടത്തോളം കാലം അത് അധികാരമുണ്ടെന്ന അർത്ഥം. ഇതിപ്പോ സനീഷ് ഇപ്പൊ റഹീം നാടിനെ പട്ടിയാക്കുന്ന രീതിയിൽ അങ്ങനെ ഇങ്ങനെ ശുപാർശ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അധികാരം ഇല്ല എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ സിൻഡിക്കേറ്റിന് അധികാരം അതെങ്ങനെയാണ് ശ്രീ റഹീം? വേണമെങ്കിൽ അത് ആകാമായിരുന്നു. ശ്രീ എ റഹീം, അതായത് സാധാരണഗതി ഞാൻ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് പറയൂ. അതായത് ഞാൻ ഒന്നുകൊണ്ട് മാത്രം ഞാൻ അതുകൊണ്ട് ആ പോയിന്റ് കൃത്യമാണ്. ഇങ്ങനെ ശുപാർശ ചെയ്യാൻ അധികാരമില്ല എന്ന് എഴുതിയേക്കുന്ന രണ്ടാമത്തെ കാര്യം
ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത് ഈ പ്രിൻസിപ്പലിനെതിരെയുള്ള അച്ചടക്ക നടപടി ഭൂമിയുടെ കാര്യമല്ലേ? ബാക്കി ഭൂമിയുടെ അല്ല, ഞാൻ പറയട്ടെ സുനീഷേ. അല്ല, നമുക്ക് സമയക്കുറവുണ്ടാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരു നിമിഷം അല്ല, ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർത്തിയാക്കിയില്ലല്ലോ. പറഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന കാര്യം മാത്രം സമരം ചെയ്താൽ മതി എന്ന് അധികാരപരിധിക്കാൻ ആരാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ? അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ലോകത്തിലെ കേരളത്തിൽ ഇന്ത്യയിൽ ലോക വിദ്യാർത്ഥി സമൂഹം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലോക വിദ്യാർത്ഥി സമൂഹത്തിന്റെ അധികാര അല്ലെങ്കിൽ വിഷയങ്ങളുടെ പരിധി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു സമൂഹമാണ്. ഞാൻ തിരിച്ചു വരാം ഷിലിജു, സമയക്കുറവുണ്ടാണ്. ശ്രീ എ റഹീം, അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ പരിഹാസ്യമെന്ന് തോന്നുന്ന ചില സംഗതികൾ അതിനകത്തുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്നാണ് എനിക്ക് തോന്നുന്നത്, ലിജുവിനും അത് തോന്നുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഭൂമിയുടെ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച വേണ്ട, പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് എല്ലാ കുട്ടികളും ഒന്നിച്ച് ആവശ്യപ്പെടുമ്പോൾ സിൻഡിക്കേറ്റിന് പരിധി ഉണ്ടായിരിക്കാം, അക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് ഇടപെടാതിരിക്കുന്നു. പക്ഷേ AK സെൻട്രൽ അകത്തേക്ക് വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുകയാണ്. സാധാരണഗതിയിൽ ഈ CPM-ഉം SFI പോലുള്ള ഇടത് സംഘടനകളും സമരം നടത്തുകയാണ് ആദ്യം ചെയ്യുക, അഗ്രസീവായ സമരം നടത്തുകയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വന്നാൽ സാധാരണഗതിയിൽ ചെയ്യാറ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പതിഞ്ഞ മട്ട്? ഭൂമി 10-14 ഏക്കർ സ്ഥലം വരുന്ന ഇത് കൈവശം വെച്ചിരിക്കുന്നു, സർക്കാരിന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അതേക്കുറിച്ച് ചർച്ചയെ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. ശരിയില്ലായ്മയില്ലേ അതിൽ? എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ ആക്ടിൽ എഴുതി വെച്ചിരുന്നാൽ അത് എഴുതി വെക്കാത്തതെല്ലാം ചെയ്യാമെന്നല്ല, എഴുതി വെച്ചതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ശ്രീ M. ലിജുവിൻ്റെ വാദം വളരെ വിചിത്രമാണ്, വളരെ വിചിത്രം. ദയവേത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വാദത്തിന് വേണ്ടി പോലും ജയിക്കാൻ വേണ്ടി പോലും പറയരുത്. അല്ലാതെ നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് അതെല്ലാം പറയും, അത് തെറ്റാണ്. സർവകലാശാല സിൻഡിക്കേറ്റിലെയോ ചർച്ചകളിലോ പോലും അല്ല. ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടായിരുന്നല്ലോ. സനീഷ്, ഇത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടായിരുന്ന ആളാ, എനിക്ക് സമയം തരണം. അല്ല, അച്ചടക്ക സമിതി അച്ചടക്ക നടപടി ശുപാർശ ചെയ്യാൻ അധികാരമില്ലേ സിൻഡിക്കേറ്റിന്? താങ്കൾ CPM-കാരായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് മാത്രമാണ് ഈ സംശയമുള്ളത്, മറ്റുള്ളവർക്ക് അതില്ല. ഞാനത് പറയട്ടെ, മറ്റുള്ളവർക്കില്ല എന്ന് പറയരുത്. മറ്റുള്ളവർക്കുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം യൂട്യൂബിൽ അവൈലബിളായ ഹർഷൻ നയിച്ച മാതൃഭൂമിയിലെ ഒരു ചർച്ച നോക്കിയാൽ മതി, ഇന്നലത്തെ ചർച്ച. ഈ സിൻഡിക്കേറ്റിൽ ഇതിനു വേണ്ടി വാദിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്ത ഇവരുടെ അംഗമായ ജ്യോതികുമാർ ചമക്കാല 24 മണിക്കൂറിന് മുമ്പ് മാതൃഭൂമിയിലെ ചർച്ചയിൽ പറയുന്നുണ്ട് ഇതിന് അവകാശമില്ല. റിപ്പോർട്ട് വെക്കുന്നതിന് മുമ്പാണ് ഹർഷൻ ചോദിക്കുകയാണ്, ഈ റിപ്പോർട്ട് വെക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നു, നാളെ റിപ്പോർട്ട് വെക്കുമ്പോൾ എന്ത് അധികാരമാണ് സിൻഡിക്കേറ്റിനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സ്റ്റാറ്റ്യൂട്ടിൻ്റെയും ബുക്കുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയാനോ മാറ്റണമെന്ന് ആരോടെങ്കിലും നിർദ്ദേശിക്കാനോ അധികാരമില്ല. അത് തന്നെയാണ് കാര്യം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 2, ഭൂമിയുമായി ബന്ധപ്പെട്ട് സഖാവ് കോടിയേരിയുടെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഈ ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാല അങ്ങനെയല്ലോ ഞങ്ങളോട് പറഞ്ഞത്. ശ്രീ റഹീം, അധികാരമുണ്ട്, ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിച്ചത്, CPI കൂടെ ആ നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ്. അല്ല ഞാൻ പറയട്ടെ, ജ്യോതികുമാർ ചമക്കാലയുടെ നിലപാട് സിൻഡിക്കേറ്റിന് ശേഷമുള്ള നിലപാടാണ് ഇന്നലെ നിങ്ങൾ ചാനൽ വന്ന് പറഞ്ഞത്. സിൻഡിക്കേറ്റിന് മുമ്പ് അദ്ദേഹം യാഥാർത്ഥ്യബോധത്തോടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ രേഖയുണ്ട്, അതെല്ലായിടത്തും ഇപ്പോൾ വൈറലാണ്. നിങ്ങൾ നോക്കൂ, യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് നോക്കിയാൽ ഈ സംശയമൊക്കെ തീരും. എന്തുകൊണ്ടാണ് എടുത്തത്? രാഷ്ട്രീയ പ്രേരിതമായ നിലപാട്. എന്തുകൊണ്ട് വോട്ട് ചെയ്തു? ഇത് വോട്ടെടുപ്പ് വരണം, വിവാദത്തിലാവണം, ഈ പ്രശ്നം വീണ്ടും നിലനിൽക്കണം എന്ന് ദുരുദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അടുത്തതിലേക്ക് വരാം. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ലോ അക്കാഡമിയുടെ ഭൂമി M.N. ഗോവിന്ദൻ നായർ കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നപ്പോൾ, കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കൃഷി വകുപ്പിന് കീഴിലുള്ള ഭൂമി കൊടുത്തതാണ്. അന്ന് പാട്ടത്തിന് കൊടുത്തു, പിന്നെ അത് പൊന്നും വിലയ്ക്ക് പതിച്ചു കൊടുത്തു. ആരുടെ കാലത്താണ് ലിജു സമരം ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് കോൺഗ്രസിനെതിരാണ്. K. കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് പൊന്നും വിലയ്ക്ക് പതിച്ചു കൊടുത്തത്. 1, അതവിടെ നിൽക്കട്ടെ. 2, ഭൂമി കൊടുത്ത പ്രശ്നമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അത് ബാലിശമാണെന്ന് സഖാവ് കോടിയേരി എന്തുകൊണ്ട് പറഞ്ഞു? ഭൂമി കൊടുത്തത് അവർക്ക് മാത്രമല്ല, തിരുവനന്തപുരത്ത് തന്നെയാണെങ്കിൽ LMS ഭൂമി കൊടുത്തിട്ടുണ്ട്, തൊട്ടിപ്പുറത്ത് NSS കോളേജിന് ഭൂമി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ സമയക്കുറവുകൊണ്ടാണ് ശ്രീ റഹീം, അതായത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. എന്ന് വെച്ചാൽ പ്രിൻസിപ്പാളിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാനാവുകയില്ല, ലോ അക്കാദമി ഇതേ നിലയ്ക്ക് തുടരും, അഫിലിയേഷൻ ഉണ്ടോ എന്നത് പോലും പ്രശ്നമല്ല. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ കുട്ടികളോട് സമരത്തിൽ നിന്ന് പോയിരുന്നു പഠിക്കൂ എന്ന് പറയുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഒരുപാട് വൈസ് ചാൻസലർമാർക്കെതിരെ പോലും സമരം നടത്തുന്നുണ്ട്. ആ സമരമെല്ലാം തന്നെ സമരത്തിന്റെ മുന്നേറ്റത്തിലൂടെ അവർ മാറേണ്ടതാണ്. അത് ഞാൻ പറയുന്നത് നിയമപരമായിട്ടില്ലാത്തൊരു അധികാരം സിൻഡിക്കേറ്റ് പോലൊരു സമിതിക്ക്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നേ. ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ശ്രീ റഹീം, നമുക്കിതിനകത്തൊന്നും ചെയ്യാനില്ല. അങ്ങനെയെങ്കിൽ കുട്ടികളെ വെയിൽ കൊള്ളിക്കാതെ സമരം നിർത്തി കാര്യങ്ങളിലേക്ക് മടങ്ങുമെന്ന് പറയുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതിനെന്താണ് മടി?
ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. അതാ വിദ്യാർത്ഥികളാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ സമരമാണ്, അവരാണ് ആ സമരത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഡ്രൈവ് ചെയ്യേണ്ടത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഭൂമിയുടെ പ്രശ്നം പലരുടെയും കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം വിശാലമായ കാര്യങ്ങളിലേക്കല്ല പോകേണ്ടത്, മറിച്ച് ടു ദി പോയിന്റ് വിദ്യാർത്ഥികളുടെ ഗ്രീവിയൻസിലേക്ക് പോവുക, പ്രശ്നങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഇനി ഒരിടത്തും ഇന്റേണൽ അസസ്മെന്റ് പേരുള്ള എക്സ്പ്ലോയിറ്റേഷനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കാതിരിക്കുക, മിസ്ബിഹേവിയർ നടക്കാതിരിക്കുക, പെട്ടെന്ന് കോളേജ് തുറക്കുക. ഞങ്ങളെ സംബന്ധിച്ച്, സർവകലാശാലയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ആൻസൈറ്റി ഉണ്ട്. ഇങ്ങനെ സമരം തുടർന്നു കൊണ്ടിരുന്നാൽ വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം പരീക്ഷയാവാറായി. വളരെ നന്ദി ശ്രീ റഹീം. ഞാൻ ഇടപെടുന്ന സമയം കുറവുണ്ട്. നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കുറെ കൂടെ സമയം ആവശ്യമായിരുന്നു. രണ്ടാമത്തെ ചർച്ച ആയതുകൊണ്ടും സമയം കുറഞ്ഞതുകൊണ്ടും ഞാൻ ഇടപെടുകയാണ്. വളരെ നന്ദി ശ്രീ റഹീം. ശ്രീ ലിജു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.